അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവർക്കും എക്സാമൊക്കെ അടുത്തല്ലേ. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ചെല്ലേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടേണ്ട, ഒന്നും വേണ്ട. കൂളായി നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും എക്സാം എളുപ്പമാക്കി തരട്ടെ കേട്ടോ. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം വളരെയധികം ഉപകാരപ്രദമായ കാര്യമാണ്. ഇതൊരു ഉസ്താദ് പറഞ്ഞു തന്നിട്ട് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് വിജയം നേടിത്തന്ന കാര്യമാണ് നിങ്ങളോടും പറയണത്. നിങ്ങൾ എന്തായാലും ചെയ്യണം. അല്ലാഹു തആല നിങ്ങൾക്ക് വിജയം തരും, പരാജയപ്പെടുത്തില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് കൂട്ടുകാരോട് പറയാനുണ്ട്. അതായത് ഒന്നും പഠിക്കാതെ ഇത് മാത്രം ചെയ്തത് കൊണ്ട് പോയാൽ വിജയം കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായി പഠിച്ചിട്ട് നമ്മൾ ഇതും കൂടി ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പേപ്പർ നോക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ അതനുസരിച്ച് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് പഠിക്കാൻ വേണം, ഇതും ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിജയിക്കും. ആദ്യമായി നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ട് കയറണം. അതിനുശേഷം നമുക്ക് പറ്റുന്ന അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഇപ്പോൾ നാരിയത്ത് സ്വലാത്താ അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത, ഏതെങ്കിലും ഒരു സ്വലാത്ത്. ഇനി ഒരു സ്വലാത്തും അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഈ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്താണെങ്കിലും ചൊല്ലി പരീക്ഷ ഹാളിലേക്ക് കയറാം. അതിനുശേഷം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, അതായത് നമുക്ക് എക്സാം എഴുതാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നതിന് ശേഷം യാ മുബദി ഉ യാ മുഈദു ദക്കിർനി മാ നസീതു എന്ന് പറയുന്ന ഈ ദിക്ർ 19 തവണ ചൊല്ലണം. എന്താ? യാ മുബദി ഉ യാ മുഈദു ദക്കിർനി മാ നസീതു എന്ന ദിക്ർ 19 തവണ. അതിനുശേഷം നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടൂലേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നോക്കരുത്. നോക്കാതെ നമ്മൾ ഇത് ചൊല്ലണം. യാ അല്ലാമൽ ഗുയൂബി ഫലാ യഫൂതുഹു ശൈഉൻ മിൻ ഇൽമിഹി യാ അല്ലാം. യാ അല്ലാമൽ ഗുയൂബി ഫലാ യഫൂതുഹു ശൈഉൻ മിൻ ഇൽമിഹി യാ അല്ലാം എന്ന് പറയണത് 21 തവണ ചൊല്ലണം. എത്രയാ? 21 തവണ. അതിനുശേഷം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം നമുക്ക് കിട്ടും. അപ്പോൾ പഠിച്ചത് നമുക്ക് കുറേയൊക്കെ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. എന്നിട്ട് കുറേയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടണുണ്ടാവില്ല. ആ കിട്ടാത്ത സമയത്ത് നമ്മൾ വീണ്ടും ചൊല്ലണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ദിക്ർ തന്നെ യാ മുബദി ഉ യാ മുഈദു ദക്കിർനി മാ നസീതു എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വീണ്ടും 19 തവണ ചൊല്ലണം. ഇപ്പൊ കുറെ അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആൻസറും കൂടി നമുക്ക് കിട്ടും. വീണ്ടും കിട്ടാത്തത് വരുമ്പോൾ നമ്മൾ എന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലണം. അപ്പോഴേക്കും നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് ആ പഠിച്ചത് ഏകദേശം നമുക്ക് ഓർമ്മ വരും. അപ്പം നമുക്ക് എഴുതാനും പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത്. എനിക്ക് ശരിക്കും വിജയം കിട്ടിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും 7 അലം നശ്റഹ് സൂറത്തും 7 സ്വലാത്തും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓതി മന്ത്രിച്ചതിന് ശേഷം അത് വെറും വയറ്റിട്ട് കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ അതോടുകൂടി പഠിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. ഓർമ്മശക്തി ഉണ്ടാവാനും ബുദ്ധിശക്തി ഉണ്ടാവാനൊക്കെ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ നിസ്കാരത്തിന് ശേഷവും അലം നശ്റഹ് സൂറത്ത് ഓതുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഈ 2 ആയത്ത് വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്ന് പറയുന്ന ഈ 2 ആയത്ത് കിടക്കാൻ നേരത്ത് 11 തവണയും കൂടി ഓതിയിട്ട് നമ്മുടെ ശരീരത്തെ മൊത്തം ഇങ്ങനെ തടവിയിട്ട് കിടക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എക്സാം എഴുതുന്ന സമയത്ത് ഇതൊക്കെ ഓതാൻ സമയം ഉണ്ടാവുമെന്ന്. ഞാൻ ആദ്യമായിട്ട്
ഈ ഉസ്താദ് പറയണമെന്ന് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചതാണ് ഇതെപ്പോൾ ഓതി തീരാനാന്ന്. പക്ഷെ എന്തോ ഇത് ഞാൻ ആദ്യം ചെയ്തത് ഇതൊരു പേപ്പറിൽ എഴുതിയെടുത്ത് അതിനുശേഷം പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് ഇത് അവിടെ വെച്ച് എക്സാമിൻ്റെ ഹോളിൽ ചെന്ന് ചൊല്ലിയപ്പോൾ പെട്ടെന്ന് ചൊല്ലി തീരാൻ പറ്റി. പഠിച്ചത് കാരണം കൊണ്ട് പെട്ടെന്ന് ചൊല്ലി തീർന്നു. പിന്നെ ഇത് ചൊല്ലിയപ്പോൾ ഞാൻ മറന്നുപോയി, അതായത് ടെൻഷനും കൊണ്ട് ഞാൻ മറന്നുപോയ പല കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റി. കാരണം എനിക്ക് ആ ഒരു ടെൻഷനും ആ ഒരു ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ മറന്നുപോയായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഓദ്യത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്കത് വീണ്ടും എഴുതാൻ പറ്റി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചൊല്ലണം, ഇത് ജീവിതത്തിൽ പകർത്തണം. എല്ലാവർക്കും അല്ലാഹു തആല നല്ല മാർക്കോട് കൂടിയുള്ള നല്ലൊരു വിജയം തരട്ടെ. എല്ലാവരും പാസ്സാവട്ടെ. ആമീൻ.